ഗൈസ് ഇതുണ്ടോ, ഇത് സെയിം ഡ്രൈവിൻ്റെ ജംപ്രോ കണ്ടോ, ഒരെണ്ണം യെല്ലോ ഒരെണ്ണം റെഡ്. അപ്പോൾ നമ്മളിത് പെരുമ്പാവൂരുള്ള നമ്മുടെ ഒരു കടയിൽ നിന്ന് മേടിച്ചാണ്, രണ്ടെണ്ണം കൂടി എടുത്താണ് ഞാനും നമ്മുടെ കൂട്ടുകാരായിട്ടേ കൂടി. അപ്പോൾ ഞാൻ എൻ്റെ അകത്തെടുത്തത് യെല്ലോ കളറായിരുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ മീനടിച്ചു. പിന്നെ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ റെഡ് കളറിൽ ആകെ കിട്ടിയേക്കണത് ഒരു സ്ട്രൈക്ക് മാത്രമാണ്. അപ്പോൾ ആണെങ്കിൽ എല്ലാവരും പറഞ്ഞു റെഡ് കളർ ഫ്രോഗിൽ റിസൾട്ടില്ല. അപ്പോൾ നമുക്ക് റെഡ് കളർ ഫ്രോഗ് വെച്ചൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം എന്നാ സംഭവിക്കണമെന്നറിയാം. അപ്പോൾ അതെ നമ്മുടെ ഡ്രൈവിൻ്റെ 65 റെഡ് കളർ. നമ്മൾ യെല്ലോ കളർ വെച്ച് പിടിച്ച കുറേ മീനുകളുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ കാണാം. ഓക്കെ, ചേട്ടാ ഫിഷാണ് ഗൈസ്. കുടയും ബാക്കോട്ട് എടുക്കുക, വഞ്ചി ബാക്കോട്ട് എടുക്കുക കേട്ടോ. ഈ ഒത്തിരി മുകളിലോട്ട് കൊണ്ടുവരുന്നതാ. ഫിഷ് ഓൺ. അപ്പോൾ എല്ലാവരുടെയും ചോദ്യത്തിനുള്ള മറുപടി ഉണ്ടോ അതേ കിടക്കണം. ഒരു 1.5 kg സൈസിൽ ചേർന്ന് അതിൻ്റെ സ്ട്രൈക്കിങ് കണ്ടില്ലേ, ചുമ്മാ പുറകെ വന്ന് വഞ്ചിയിൽ വന്നൊക്കെ മീനടിക്കാൻ. റെഡ് കളർ കാണിച്ചു തരാം. നമ്മുടെ റെഡ് കളറ് തായ് ഫ്രോയിൽ അടിച്ച മീനെ കണ്ടോ, ഒരു 1.5 kg സൈസ് എന്തായാലും ഉണ്ട്. ഇത് ഡ്രൈവിൻ്റെ 65 നമ്മൾ കുറച്ച് നേരം മുമ്പ് പറഞ്ഞ റെഡ് കളറിൽ അടിക്കുമെന്ന് ചോദിക്കണവർക്ക് ദേ കാണാൻ ഒരു 1.5 kg സൈസ് ചേർന്ന് സ്ട്രൈക്ക് കണ്ടില്ലേ. പുറകെ വന്നിട്ട് സാധനം കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വിടില്ല ഇവൻ. ഹുക്കപ്പ് കണ്ടോ, ഇതിൻ്റെ ഹുക്കല്ല കേട്ടോ, ഇത് വേറൊരു ഫ്രോഗിൻ്റെ ഹുക്കാണ്. ഇവൻ്റെ ആകെയുള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് ഉണ്ടോ, ഈ കെട്ടിയേക്കണുണ്ടോ, ഇതിവിടെ കെട്ടിയില്ലെങ്കിൽ ഈ ഒരു കമ്പി ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ പോരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഫ്രോഗിൻ്റെ റെഡ് കളർ ഫ്രോഗിൻ്റെ അത് പോയി തറന്നിട്ട് നമ്മളൊരു നോർമൽ ഫ്രോഗിൻ്റെ ഹുക്ക് അതിനിട്ടാണ് കാണിച്ചു തരാം. നമ്മൾ ഹുക്ക് ഊരി ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഹുക്കിരിക്കണുണ്ടോ, കാണാൻ പറ്റുമോ, കണ്ടോ ഹുക്ക് എറിയുന്നുണ്ട്, നാക്കേല ഹുക്ക്. ഓക്കെ, ഇത് കണ്ടോ ഒരു നോർമൽ ഹുക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ തായ് ഫ്രോഗിൻ്റെ സെയിം മെത്തേഡ് ഹുക്ക് തന്നെയാണ്, മോഡൽ ഹുക്ക് തന്നെയാണ്. പക്ഷേ അതിൻ്റെ 2 ഹുക്കിൻ്റെ വ്യത്യാസം കാണിച്ചിട്ട് ഇതുണ്ട്. ഇത് സ്റ്റീലാണോ അലൂമിനിയം ആണോ? ഇതൊരു അലൂമിനിയത്തിൻ്റെ ഹുക്കാണ്ടോ, ഇത് കാർബണിൻ്റെ ഹുക്കാണ്. ഇത് മാത്രമാണ് ഒരു വ്യത്യാസമായിട്ടുള്ളൂ. മീനെ നമുക്ക് സെറ്റായിട്ട് കാണിച്ചു തരാം. നമ്മുടെ റെഡ് കളറിൽ തായ് ഫ്രോയിൽ അടിച്ച മീൻ ഒരു 1.5 kg സൈസ് ഒരു ചേർ കണ്ടോ. ഫിൻസൊക്കെ ഉണ്ടോ, നമ്മുടെ പുഴയിൽ നിന്ന് കിട്ടണം മീൻ്റെ കളർ കണ്ടോ, നല്ല ടോട്ടൽ ഫിന്നിൻ്റെ ഷേപ്പും കളറൊക്കെ നോക്കി സെറ്റല്ലേ നോക്കി കണ്ടോ, അതൊക്കെ കണ്ടോ. ഇതാണ് നമ്മുടെ ചേറുമീൻ. കൊല്ലിയുടെ ഉദ്ഘാടനം നമ്മുടെ കൂടി നടത്തല ഗൈസ്. ഓക്കേ റെഡ് തായ് ഫ്രോയിൽ മീൻ അടിക്കുമോ? ഇപ്പോൾ നമുക്കൊന്നോടെ കാസ്റ്റ് ചെയ്ത് ജസ്റ്റ് മേളിലോട്ട് കയറി പോകാൻ നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആന വന്നിട്ട് തിന്നിട്ട് ഇട്ടേക്കിട്ട് പോയിക്കണ കഴിച്ച് ഇത് മൊത്തം ഇതുണ്ട്. പനങ്കൂമ്പൊക്കെയാണ്, വാഴയുടെ എന്തൊക്കെയുണ്ട്. ആന വന്നിട്ട് ആ വഴിയുണ്ടോ, അത് ആനത്താരയാണ്. കാസ്റ്റ് ചെയ്ത് നോക്കാം.
സ്ട്രൈക്ക് ഫിഷ് ഓൺ. ഓ മോളാണ്. അപ്പോൾ ഇതിനകത്ത് മീനടിക്കാതിരിക്കില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? മീനടിക്കുന്നുണ്ട്. ഇനി മാറിയോ? ഏടേ ഇച്ചിരി സമയം കൊടുക്കട്ടെ. ഏതാ അതിന് ഇതിനെന്നാ റിസൾട്ട് കുറവ് തന്നെ. ഇവിടെ കയറി വന്നിട്ട് എത്ര സ്ട്രൈക്ക് പിടിച്ചു? മീനില്ലാത്ത കാരണം. മീനുണ്ടെങ്കിൽ അള്ളയിലെങ്കിലും ഒരു സ്ട്രൈക്ക് കിട്ടില്ലേ? അനക്കമില്ലല്ലോ. ഫിഷ് ഓൺ. സ്മോള. ചെറിയൊരു ചെറുണ്ടോ? എന്തോരുണ്ട്? അഗുമാക്കി ബേബി, അഗുമയുടെ മോള്. മീനൊക്കെ ഉണ്ടോ? റെഡ് തായ് ഫ്രൂഗിൽ വീണ്ടും സൈസ് ഉണ്ടോ മീൻ അടിച്ചതിന്? അവിടെ വീട്ടിൽ 3 എണ്ണം എടുക്കും. അതിനെ കൂട്ടി ഈ സൈസ് മീനുണ്ട്. ഇത്രയും ചെറിയ സൈസ് മീൻ വരെ. റെഡ് കളർ തായ് ഫ്രൂഗിൽ ഡ്രൈവ് 65. സ്ട്രൈക്ക്. അടിക്കില്ല പുറകെ ഉണ്ടാവില്ല. ഇത് നമുക്കൊരു മീൻ കൂടെ അടിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ മീനുണ്ടോ? നമ്മളെ ലിസാർഡും പോയിട്ട് നമ്മുടെ ക്യാൻഡി ഫ്രോയിൽ അടിച്ചാണ്. റിയൽ വാരിയർ ക്യാൻഡി. സ്ട്രൈക്ക് എടുക്കാൻ പറ്റില്ല, ഒരു കോൾ വന്നിട്ടിരിക്കുന്നു. റിയൽ വാരിയർ ക്യാൻഡി. ഞാൻ കണ്ടില്ല ആക്ഷൻ പോയി. അപ്പോൾ ഇന്നത്തെ മീൻ എന്തൊരു നോക്കട്ടോ. എവിടെ 1,500 1.5 കിലോ. ഓക്കെ, ക്യാമറ ഓണല്ലായിരുന്നു. ആ കാസ്റ്റിങ് മാത്രമായിട്ട് ഇടാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നീ ഒരു മീൻ കിട്ടണതിൻ്റെ വീഡിയോ ഇട്ടോ അമ്മ. ഇട്ടോ ഇച്ചാതി കമൻട്രി മറ്റേ വീഡിയോ എന്നിട്ട് കൃത്യം കണ്ണിലേക്ക് ഒരു വലിക്കട്ടി അച്ഛനൊന്ന് വെള്ളം പാത്തു അങ്ങനെ പോയി ചേട്ടോ വെട്ടി വിട്ടിട്ടുണ്ടോ? എൻ്റെ പുരവ് കൊണ്ട് പറഞ്ഞില്ലേ ഇട്ടിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, സാധനം ഓർമ്മ അല്ലേ?
വലിയ പടക്കം പൊട്ടിയാലും പേടിച്ചു പോവുക, ചെറുത് പൊട്ടിയാലും പേടിച്ചു പോവുക. അയ്യോ നമുക്കെപ്പോഴുണ്ടോ 6-6:30 ഓ എൻ്റെ നാക്ക്. ഇത് മീനല്ലേ? ആശാൻ്റെ ഒരു താങ്ങ് കിട്ടൂട്ടോ ആശാനെ. അത് വീഡിയോ ഉണ്ട്, മീൻ നിൽക്കണത് എവിടെ നിൽക്കും. അപ്പോൾ എവിടെ നിൽക്കണം മീനല്ലേ എന്ന് പറയലും ഒരടി. അവനെന്നെ അടിക്കൂട്ടാ ശനോഷോടണം, ഒന്നും പറ്റിയിട്ടില്ല. ചിലപ്പോൾ തിരിച്ചൊന്നും അടിച്ചാലും ചില അടിക്കാം. ചെറുതാണ്ടാവുക ഞാൻ കണ്ടില്ല. ഞാൻ ഇന്ന് വീഡിയോ ഒന്നും എടുക്കലാന്ന് കരുതി വന്നതാണ് കേട്ടോ. ഈ സ്ഥലം നിങ്ങൾ കണ്ടോ? ഇത് ഫുള്ളൊരു പാടം കേട്ടോ. ആ പാടത്ത് ഇങ്ങനെ കാട് പിടിച്ചിറങ്ങണം. ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം കണ്ടോ? കണ്ടോ? ഇതിൻ്റെ താഴെയൊക്കെ കംപ്ലീറ്റ് വെള്ളമാണ്. കണ്ടോ? ഈ എന്താ പറയുക, പുല്ല് കയറി കിടക്കണതാണ് ഇത് മൊത്തം. ഞാൻ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ കുറേ നാളുകൂടി ഞങ്ങൾ ഇങ്ങോട്ട് കയറി തന്നെയാണ്. നേരാണ് ഈ സ്ഥലം കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് കയറ്റി വെക്കുക. ഇങ്ങോട്ട് കയറ്റിയത് വേറൊരു ടാസ്ക്കായിരുന്നു. ആ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സ്ഥലം കണ്ടോ? അവിടെയാണെങ്കിൽ ഒരു കലിങ്കുണ്ട്. ആ കലിങ്കിൻ്റെ ഉള്ളിൽ തലനാരയൊക്കെ രക്ഷപ്പെട്ടു വന്നാണ് ഞങ്ങൾ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി സ്ഥലം ഇതുണ്ടോ? ഫുള്ള് ചതിപ്പാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലൊക്കെ നായം വെള്ളമുണ്ട് കേട്ടോ. നായം വെള്ളം വെച്ചാൽ അത്യാവശ്യം താഴ്ചയിൽ വെള്ളമുണ്ട്. ഇങ്ങനെ പുല്ല് കയറി കിടക്കുന്ന കാരണം വെയിറ്റ് കുറവുള്ള കാരണമാണ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ പോണത്. ഈ സ്ഥലം കണ്ടോ? അടിപൊളി സ്ഥലം. ചെറുമീൻ വരാൽ നിൽക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിപ്പോണതൊരു ടാസ്ക് പരിപാടിയാണ്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് 2 മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൻ്റെട്ടേക്കാണ് കിട്ടിയത്. അതേക്കണുണ്ടോ? നമ്മുടെ ആശാനാണ് കിട്ടിയത്. പക്ഷെ എൻ്റെ ബ്രൈഡ് പൊട്ടിയിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഒന്നും കിട്ടിയില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലം കണ്ടു എന്ന് പറഞ്ഞാൽ ആരും ചാടി ഇറങ്ങാതിരിക്കുക. ഒരു ഡേഞ്ചർ കളിയാണ്. നമ്മൾ പിന്നെ ചെറുപ്പം തൊട്ട് ഇവിടെ ഇറങ്ങാനായിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. എവിടെയെങ്കിലും ഇതാണ്ടോ നമുക്കിന്ന് കിട്ടിയ മീൻ. ഒരു 1 kg സൈസ് ചെറുമീനും ഒരു 1/2 kg സൈസ് ചെറുമീൻ കണ്ടോ? ഇതാണ് കിട്ടിയ മീൻ. ഓക്കെ,
നമ്മളിനി പോകാൻ പോണേ കേട്ടോ, മീൻപിടുത്തത്തിൻ്റെ കഷ്ടപ്പാട് കാണാൻ പോണേ. ഇതേ ഒരു ചെറിയ കലിങ്ക ഉണ്ടോ, ഈ കാണുന്ന കലിങ്ക, അതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് വഞ്ചിയും കൊണ്ട് അപ്പുറത്തേട്ട് കിടക്കും. അതേക്കിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സ്റ്റിക്ക് ചെറിയൊരു ഗ്യാപ്പിലേട്ടോ നമ്മൾ കിടക്കാൻ പോണേ. അവിടെ ഇരുന്നോ, കിടന്നോ. നമ്മൾ നേരെ ഫ്രണ്ടിലിരിക്കുന്ന ആൾ ഫസ്റ്റ് അവിടെ പോയി കിടക്കും. അത് എൻ്റെ ആ വഞ്ചിയുടെ കൊമ്പന്തൽ നമ്മളുടെ ഗ്യാപ്പ് ഉണ്ടോ, ഇത്രയും ഗ്യാപ്പുള്ളൂ. ഓക്കെ, വലിയ അവിടെ സമാധിയുണ്ട്. അപ്പോൾ നമുക്കിനി പയ്യെ അമ്മയ്ക്ക് വയ്യ, സമാധി പയ്യെ നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്തേക്കൂടെ പോയി അടുത്ത് ഞാൻ കിടക്കണം. ഇത് ഇത്രയും ഗ്യാപ്പിക്കിടെ ഉണ്ട് നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ കിടന്നിട്ട് പയ്യതേന ഒരൊച്ച മാത്രമേ കൂടുതൽ പയ്യെ ഇങ്ങനെ ഈ കലിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെയുണ്ട് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, ഇത്രയും ഗ്യാപ്പുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, തല മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ അപ്പുറത്തോട്ട് കിടന്നത്. ഓക്കെ, ഇനിയാണ് കേട്ടോ ടാസ്ക്, അടുത്ത ടാസ്ക് ഇതുണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വഞ്ചി കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി ഇനി വഞ്ചി എടുത്ത് കയറ്റണം. തന്നെ നമ്മുടെ അടുത്ത് ആദ്യം നമ്മൾ ഫ്രോഗും സാധനങ്ങളൊക്കെ സേഫായിട്ട് എടുത്ത് വയ്ക്കുക. ഒരാളവിടെ കയറുന്നു. നമ്മളെ പറഞ്ഞത് ഇങ്ങനെ എടുത്ത് ഇവിടെ കയറി നമ്മൾ ഇതിനെ വലിച്ചിപ്പുറത്തോട്ട് ഇടണം. പിടി, അങ്ങനെ പോകണ്ടേ. ചെയ്ത് തന്നെ പിടിക്കും ഗൈസ്, കമോൺ. നമ്മളിത് നേരെ ഇവിടെ നിന്ന് ഇറക്കി അപ്പുറത്തോട്ട് എടുക്കും കേട്ടോ. അതുള്ളോ തന്നെ ഉള്ളൂ, പിന്നല്ല ഏത് തളികേ ഓട്ടങ്ങടെ അങ്ങോട്ട് ഓട്ടങ്ങടെ. സ്ട്രൈക്ക് ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ. കുഴപ്പമില്ലാത്ത കുറേ മണിക്ക് ഏത് ഗൈസ് ദേ. അപ്പോൾ നമ്മളിന്ന് കയറിയിട്ട് നമ്മുടെ ആദ്യത്തെ മീനടിച്ചിട്ടുണ്ട് കേട്ടോ. മീനെ കാണിച്ചു തരാം. ഓക്കേ, എൻ്റെ സ്ട്രൈക്ക് കിട്ടിയല്ലോ, പൊളി. അപ്പോൾ അതെ നമ്മൾ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ മീൻ അടിച്ചേക്കണ ഫ്രോഗ് ഉണ്ടോ, അടിച്ചേക്കണ ഫ്രോഗ് ദേ നമ്മുടെ പുറുഗി വാരിയറിൻ്റെ ഫ്രോഗ് കേട്ടോ. ഇതിൻ്റെ ലൂണയാന്ന് തോന്നുന്നു. ഇതറിയാവുന്നൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത്. പുറുഗി വാരിയറിൻ്റെ ഫ്രോഗ് രണ്ടടിച്ചേ ഒരു 1 kg സൈസ് കയറി. സ്ട്രൈക്ക് കിട്ടിയോന്നറിയില്ല. ഇത് നമ്മുടെ ചേട്ടായിക്കാണ് അടിച്ചത്. ഒരു ചിരി കൊടുത്തേ.